കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് കൊച്ചി ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ ഹാജരാകില്ലെന്ന് തോമസ് ഐസക് ഇ.ഡി. അറിയിച്ചു. 6ാം തവണയാണ് ഇ.ഡി. തോമസ് ഐസക്കിന് സമൻസ് നൽകിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്തായാലും ഇന്ന് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ മാറ്റിവെക്കാത്തതുകൊണ്ട് തോമസ് ഐസക് ഇന്നും ഹാജരാകില്ലെന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് ഇ.ഡിയെ ചോദ്യം ചെയ്യലിനെത്തില്ല എന്നുള്ള വിവരം അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, തോമസ് ഐസക് ഇതാദ്യമായല്ല, തുടർച്ചയായ സമൻസുകളോട് ഇത്തരത്തിൽ തന്നെയാണ് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്, ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. ആദ്യഘട്ടം 1.5 വർഷം മുമ്പ് നൽകിയ സമൻസിലടക്കം ഒരിക്കൽ പോലും തോമസ് ഐസക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നത് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുക കിഫ്ബിയിലെ ഫെമ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിയാണ് കഴിഞ്ഞ സമൻസുകളെല്ലാം നൽകിയത്. ഇത് 6ാം തവണ സമൻസ് നൽകിയത്. ഓരോ തവണയും സമൻസ് ലഭിക്കുമ്പോൾ അതിനെ നിയമ പോരാട്ടങ്ങളിലൂടെ നടപടികളിലൂടെ അത്തരം നീക്കങ്ങളിലൂടെ തടയാനുള്ള ശ്രമം തന്നെയായിരുന്നു തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സമൻസ് റദ്ദാക്കണമെന്നും തനിക്ക് നൽകിയിട്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. എന്നാൽ ഈ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് ഇരിക്കെ തന്നെ കോടതി ചില നിരീക്ഷണങ്ങളും പരാമർശങ്ങളും നടത്തിയിരുന്നു. എന്തുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല? പ്രാഥമികമായ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ. സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കുകയല്ലേ വേണ്ടത് എന്ന കാര്യം ഡോക്ടർ തോമസ് ഐസക്കിനോടാണെങ്കിലും കിഫ്ബി ഉദ്യോഗസ്ഥരോടാണെങ്കിലും ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. എന്നാൽ തോമസ് ഐസക് അതിന് വ്യക്തമായ മറുപടികൾ രേഖാമൂലമോ നേരിട്ടോ ഇമെയിൽ വഴിയോ ഒന്നും തന്നെയുള്ള മറുപടികൾ ഒരു ഘട്ടത്തിലും തോമസ് ഐസക് നൽകിയിരുന്നില്ല. എന്നാൽ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലടക്കം ഹാജരാകില്ല എന്ന് പല ഘട്ടങ്ങളിലും വ്യക്തമാക്കി തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് മുമ്പായി. ഇന്നും തോമസ് ഐസക് ഇപ്പോൾ പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനായിരിക്കുകയാണ്. പത്തനംതിട്ട മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തോമസ് ഐസക് ഈ ഒരു ഘട്ടത്തിൽ ഹാജരാകുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശ ചുടിലേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ LDFന്റെ കാൻഡിഡേറ്റ് ആണ്. ഒപ്പം തന്നെ CPMന്റെ പ്രധാന സ്ഥാനങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നയാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യമുനയിലേക്ക് എത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ചും വലിയ തോതിൽ തന്നെ പ്രതിരോധം തീർക്കുന്ന സ്ഥിതിയിലേക്ക് മാറും, പാർട്ടിയെ പ്രതിരോധത്തിലാക്കും എന്നതുകൊണ്ട് തന്നെ തോമസ് ഐസക് ഹാജരാകേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം പാർട്ടി തലത്തിൽ തന്നെ നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഹാജരാകാത്തത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവർത്തിച്ച് ഈ നോട്ടീസ് നൽകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കോടതി വ്യക്തമാക്കിയിരുന്നു, കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ല. അങ്ങനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുകയാണെങ്കിൽ അതുമായി സഹകരിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ഇന്ന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ തോമസ് ഐസക്കിന് തീരുമാനമെടുക്കാം, ഹാജരാകണമോ വേണ്ടയോ എന്നത്. സ്വാഭാവികമായും തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പരാമർശത്തിൽ പിടിച്ചുകൊണ്ട് ഹാജരാകണമോ വേണ്ടയോ എന്ന് ഇന്നത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാമെന്ന് വ്യക്തമാക്കുന്നതും, ഒപ്പം തന്നെ കേസ് 18ാം തീയതി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതിനിടയിൽ താൻ ഹാജരാകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നും ഹാജരാകാതിരുന്നത്. മുമ്പ് പല തവണയും തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ച കാര്യം എന്ന് പറയുന്നത് വ്യക്തിഗത വിവരങ്ങളാണ് തന്നിൽ നിന്ന് തിരക്കുന്നത്, കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം കൃത്യമായി തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ എന്തടിസ്ഥാനത്തിലാണ് മസാല ബോണ്ട് വിദേശത്ത് നിന്ന് സ്വീകരിക്കാൻ, മസാല ബോണ്ട് ഇറക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്, അത് നിയമാനുസൃതമാണ് എന്ന കാര്യങ്ങൾ പരിശോധിച്ചിരുന്നോ, എവിടെയെല്ലാമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തത്, റിസർവ് ബാങ്കിന്റെ അടക്കം നിയമങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരം ഒരു നടപടി സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ്, അതിന് പിന്നിൽ ആരെല്ലാമാണ് എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരക്കുന്നത്. സ്വാഭാവികമായും അവിടെ കിഫ്ബി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ കൊണ്ട് മാത്രം പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയില്ല. അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിച്ചത്, മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തത്. തന്റെ ഒരു നേട്ടമായിട്ടായിരുന്നു തോമസ് ഐസക് ഈ കിഫ്ബി മസാല ബോണ്ടിനെ ആവർത്തിച്ച് കാണുകയും പല ഘട്ടങ്ങളിലും പറയുകയും എല്ലാം ചെയ്തത്. അങ്ങനെ കൃത്യമായി ഫെമ നിയമലംഘനം നടന്നിട്ടുള്ള ഈ കേസിൽ, പ്രാഥമികമായി അത്തരം കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് ഇത്തരത്തിൽ നിരന്തരമായി ഹാജരാകാതിരിക്കുന്നതും ഒപ്പം തന്നെ അന്വേഷണവുമായി നിസ്സഹകരിക്കുന്നതും അന്വേഷണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി അറിയിച്ചിരുന്നു. കാരണം ഇത്തരം നിസ്സഹകരിക്കുന്നത് അല്ലെങ്കിൽ തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് എന്ന്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നുകൂടി ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഹൈക്കോടതിയിൽ 18ാം തീയതിക്ക് മുമ്പായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുക. ലക്ഷ്മി.
ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.